എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമൊക്കെ ആയിരിക്കണോ അല്ലേ? അപ്പോൾ ദേ ഇന്ന് എന്നും എഡ്വിൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങണമായിരുന്നു. ഇന്ന് ഇത്തിരി വയ്യായിക കൊണ്ട് ഇത്തിരി താമസിച്ചായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ദേ ഇറങ്ങിയപ്പോഴേ പൊന്നൂസ് എൻ്റെ പുറകെയുണ്ട്. ഞാൻ ആ ചവിട്ടി എടുക്കാണ്ടാണ് അടിച്ചത് കേട്ടോ. അപ്പോൾ ദേ പൊന്നൂസ് വേഗം വന്ന് കൊട്ടി ചാടിച്ചിടണോ എനിക്ക് പണി തരുന്നത്. അമ്മമാർക്ക് ഇങ്ങനെ പണി തരുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് കാപ്പിപ്പൊടി ഒന്ന് കഴിഞ്ഞുള്ളൂ കേട്ടോ. കാപ്പിപ്പൊടി കഴിഞ്ഞ് പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ പെരയൊന്ന് അടിച്ചു വാരി ആരെങ്കിലും കയറി വന്നാലേ നീറ്റായി കിടക്കണമല്ലോ എന്നോർത്ത് ആദ്യം പെരയങ്ങ് അടിച്ചിട്ട് പാത്രവും കഴുകി മിറ്റടിക്കാൻ ഇറങ്ങാമല്ലോ എന്നോർത്ത് തുടങ്ങിയേക്കണെയാണേ. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരം അടിച്ചാലും നല്ല പൊടിയാട്ടോ. എന്തിനേറെ 2 മണിക്കൂർ ഇടവിട്ട് അടിച്ചാൽ പോലും നല്ല പൊടിയാണേ. കാരണം എപ്പോഴും ഈ പൊന്നൂസ് മുറ്റത്തേക്ക് ഇറങ്ങും അതേ ചെരുപ്പ് ഇട്ടുകൊണ്ട് പെരക്കകത്തേക്ക് കയറും. അവൾക്ക് തോന്നിയ ഊരും തോന്നിയില്ലെങ്കിൽ ഊരില്ല, അങ്ങനെ തന്നെ ഇങ്ങ് പോരും. അപ്പോൾ ആ പൊടിയൊക്കെ മുറ്റത്തെ പെരക്കകത്തേക്ക് കയറൂല. അങ്ങനെ ഈ പൊടി ഏത് നേരം വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും തുടച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളിടത്ത് ഒത്തിരി പറയാനൊന്നും ഇല്ലല്ലോ, അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. അപ്പം ഞാൻ ഹാളടിക്കാൻ വന്നപ്പോഴത്തേക്കും പൊന്നൂസിൻ്റെ വണ്ടിയും കുറേ പുസ്തകവും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുത്ത് ബാഗിൽ അടുക്കി വെക്കാനാട്ടോ ഈ കൈയും കാലമൊക്കെ എടുത്ത് പറയുന്നത്. എന്തോരം പറഞ്ഞാലും പൊന്നൂസിനൊന്ന് തോന്നിയാൽ മാത്രം അവൾ അതൊക്കെ ചെയ്യുള്ളൂ. എന്നാലും ദേ പൊന്നൂസ് എല്ലാം എടുത്തുകൊണ്ട് പോകണ്ട കേട്ടോ. അവളുടെ ഒരു ബാഗുണ്ട്, അതിലാണ് എല്ലാം നിക്ഷേപിക്കുന്നത്. കണ്ടോ, ഇത് 3, 4 തവണ അടിച്ചു വന്നൊന്നുമല്ല കേട്ടോ. ഇത് ആദ്യത്തെ പ്രാവശ്യം. ഇന്ന് നേരം വെളുത്ത് ആദ്യ തവണ അടിക്കണേ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കുടഞ്ഞ് പറക്കി സെറ്റിയുടെയും കസേരയുടെയും എല്ലാം വിരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഫുള്ള് പൊടി. അല്ലെങ്കിൽ പൊന്നൂസിൻ്റെ കുറേ കടലാസ് കഷ്ണവും എല്ലാം അങ്ങനെ കാണും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അടിച്ച് പറക്കി എടുക്കണേ. ഇന്നലെ വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞിട്ട് ഒന്ന് അടിക്കും. അല്ലെങ്കിൽ പിള്ളേർ മൊത്തം കടലാസും പൊടിയൊക്കെ ഇട്ടേക്കണയൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അടിച്ച് മാറ്റിയിട്ട് പിന്നെ ഇന്ന് രാവിലെ ആദ്യമായിട്ട് അടിക്കണേ കേട്ടോ. ഇഷ്ടമാതിരി എല്ലാവരും വണ്ടടിച്ച് പോകും. നമ്മുടെ പെരയൊന്ന് അടിച്ച് അടിക്കണം കണ്ട. കഴിഞ്ഞ വീഡിയോസിലൂടെയൊക്കെ ഒത്തിരി കൂട്ടുകാർ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയുള്ള വീഡിയോകളെല്ലാം ഷോർട്ടും ഇപ്പം ഞാൻ ഷോർട്ടും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതൊന്ന് ഒഴിവാക്കിയായിരുന്നു, വീണ്ടും ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കുറേ പേരങ്ങനെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ കാണാത്തൊരു സമയം പോലെ ഒന്ന് കാണുകയൊക്കെ ചെയ്യണം കേട്ടോ. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ തന്നെ ഒരു FB പേജും കൂടെ ഉണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലിൻ്റെ പേര് എഡ്വിൻസ് വൈബ്സ്, FB പേജിൻ്റെ പേര് LB മാത്യു. രണ്ടും ഡിഫറൻ്റ് ആട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. മിക്കവരുടെയും യൂട്യൂബ് ചാനലും FB പേജ് സെയിം ആല്ലേ. ഇത് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പലവട്ടം പറയേണ്ട വന്നത്. പലരും യൂട്യൂബ് ചാനലിൽ കാണുന്നവർക്ക് പലരും ഫേസ്ബുക്കിൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഫേസ്ബുക്കിൽ കാണുന്നവർ യൂട്യൂബ് ചാനൽ ഏതാണെന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ രണ്ടിലും കാണണ്ട, നിങ്ങൾക്ക് സ്യൂട്ടായ ഏതെങ്കിലും ഒന്നിൽ കാണുക. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് FB പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കണേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് യൂട്യൂബ് ചാനലുകളോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്കൊരു ഉപകാരമാവും കേട്ടോ. ഓരോ ദിവസത്തെ ആദ്യത്തെ അടിച്ചുവാലിനാട്ടോ ഇത്രയും ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി പോലെ കിടക്കണത്. പിന്നെയുള്ളതിന് പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ പൊന്നൂസ് കുറച്ച് പേപ്പറൊക്കെ ഇടും, എന്നാലും പിന്നെ പൊടിമണ്ണ് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒന്ന് തുടച്ചും എടുക്കാനൊക്കെ ഉള്ളതായിട്ടേ കാണുള്ളൂ. ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊന്നൂസ് അപ്പുറത്തേക്ക് പോവും ഇപ്പുറത്തേക്ക് പോവും, അങ്ങോട്ടും വീണ്ടും അടിച്ചോടത്തിലേക്ക് ഈ പൊടി തന്നെ തട്ടിക്കയറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഊഞ്ഞാലാടാൻ പറഞ്ഞു. പൊന്നു പറഞ്ഞപ്പോൾ എന്തായാലും കേട്ടു കേട്ടോ. അതെ ആടിക്കൊണ്ടിരിക്കണം കേട്ടോ പക്ഷി. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആൽബം വീഡിയോ അങ്ങ് വെച്ച് കൊടുക്കുകയും ലാപ്പിൽ കിടക്കണ്ട. അപ്പോൾ അത് കക്ഷിക്ക് കണ്ടുകൊണ്ടിരിക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുമെന്നെങ്കിൽ അപ്പോൾ അതും കണ്ടുകൊണ്ട് അങ്ങ് ഇരുന്നോളൂ കേട്ടോ. ഇഷ്ടം അതൊക്കെ. അറിയിക്കേണ്ട എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ കാര്യം ഒന്ന് നടത്തിയെടുക്കണ്ടേ. ഊഞ്ഞാലിലാടി മടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ലാപ്പിൽ ഓൺ ചെയ്ത് വെച്ച് തരാൻ പറഞ്ഞതേ കണ്ടുകൊണ്ടിരിക്കണേ കേട്ടോ. എന്ത് ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരിക്കും. ഒത്തിരി നേരമൊന്നും കാണില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം പടപടയെന്ന് ചെയ്യണേ. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും ആളിരിക്കില്ല കേട്ടോ.
അപ്പോൾ അത്ര നേരം കൊണ്ട് പെട്ടെന്നൊക്കെ ചെയ്ത് തീരുവാണെങ്കിൽ നമ്മുടെ പണിയൊക്കെ തീരുവേ. അല്ലെങ്കിൽ പൊന്നൂസ് ഇടയ്ക്ക് ഇറക്കി വന്നാൽ അമ്മയെ അതൊന്നുകൂടെ മാറ്റണം ഇതൊന്നുകൂടെ മാറ്റണം, ആ വിരി മാറ്റി വേറെ വിരിയിട, ആ ചെയർ മാറ്റണം അത് മാറ്റണം ഇത് മാറ്റണം എന്നും പറഞ്ഞ് എല്ലാം. പിന്നെ കുറച്ച് നേരം അവൾ പറയും ഞാൻ അടിച്ചോളാം അമ്മ അവിടെ ഇരുന്നോളാൻ. അപ്പോൾ ഇതെല്ലാം അവളുടെ ഇതാട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനെല്ലാം അവളെ ഒന്ന് സൂത്രത്തിലൊന്ന് ഇരുത്തിയിട്ട് ഒരു മിഠായും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരുത്തിയിട്ട് വേഗം ചെയ്യണയാണേ. അടിച്ചു വാരി വരുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ കാണണ്ടല്ലോ അല്ലേ. പൊന്നൂസതേ അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിട്ടോ. അവൾ ഏകദേശം മടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പെരയൊന്ന് അടിച്ച് തീർത്ത് അത് ഒത്തിരി സമയം കൊണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ അവർ സമ്മതിക്കില്ല തന്നെ ഇരിക്കാൻ. അവർക്ക് എന്തെങ്കിലും എൻജോയ്മെൻറ്റോ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റോ ഒക്കെ വേണ്ടേ. അങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ഇപ്പം ആ വീഡിയോസൊക്കെ കണ്ട് അവൾ ഓൾറെഡി മടുത്തു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാട്ടോ ഇങ്ങനെ മക്കളൊക്കെ ഉള്ളവർ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കണേ. എനിക്കിപ്പോൾ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഇത് അവസ്ഥ അറിയാം എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന്. പക്ഷേ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊരു വ്യൂ ചെയ്യണേ ആൾക്കത് മനസ്സിലായെന്ന് വരില്ല അല്ലേ. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. എതിര് പറയണവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞോട്ടെ, സാരമില്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തിച്ചേരാൻ നോക്കുക. നല്ല വീഡിയോയിലെന്ന് വെച്ചാൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ലൈവ് പറഞ്ഞിടുക അങ്ങോട്ട് ചെയ്യുമ്പോൾ അത്ര ഇതങ്ങ് എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ അല്ല. ബാക്കി സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യണം. ഞാൻ ഈവനിങ്ങിലാണ് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ ചെയ്യണത്. അന്നേരം ആണെങ്കിലും പൊന്നു ഡിസ്റ്റർബ് ചെയ്യാൻ വരും. എന്നാലും പകുതിയൊക്കെ പൊന്നുവിൻ്റെ സൗണ്ട് കൊണ്ട് കേട്ടോ. എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണവർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ താങ്ക്സ്. അല്ലാണ്ട് അവളെ കരയിപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്തെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പുറത്ത് ഇന്ന് ചേമ്പ് പറിച്ചേക്കാന്ന് ഓർത്ത് ചേമ്പ് പറിക്കാൻ ഇറങ്ങിയതാട്ടോ. പൊന്നൂസും ഉണ്ട്. പൊന്നൂസും എൻ്റെ കൂടെ ചേമ്പ് പറിക്കാനൊക്കെ കൂടിട്ടോ. അവൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറമ്പിക്കൂടെ നടക്കുന്ന കാര്യങ്ങൾ, പറമ്പിൽ ഓരോ പരിപാടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഇത് താമസിച്ചായിരുന്നു നട്ടെ. അപ്പോൾ ഇത്ര നാളും ഇത് മൂത്തോന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇത്ര നാളും പറിക്കാണ്ടിരുന്നു കേട്ടോ. നമ്മുടെ ചേമ്പൊക്കെ നടേണ്ട ആദ്യത്തെ നന്നായിട്ട് മഴ പെയ്ത് മണ്ണൊക്കെ തണുത്ത് കഴിയുമ്പോഴല്ലേ. പക്ഷെ ഞാൻ ഇത് നടാൻ ഇത്തിരി വൈകിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ തണ്ടൊക്കെ ഉള്ളൂ, പലതിൻ്റെ ചുട്ടിൽ കിഴങ്ങൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ അതങ്ങ് എല്ലാം ഒന്ന് പറിച്ച് തണ്ടൊക്കെ വെട്ടിക്കളഞ്ഞ് വലിയ ചപ്പിൻ്റെ അടിയിൽ ഇടുവാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നടാലോ. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് പറിച്ച് നോക്കുക കേട്ടോ.
നമ്മൾ ഇന്ന് അത്യാവശ്യം ചേമ്പൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ മണ്ണ് പറ്റുമെന്നേ, കൊറേ കട പറിച്ചതിന് ശേഷം ആട്ടോ ഇത്രയും കിട്ടിയതാ. ഉള്ള കടയ്ക്ക് ഉണ്ട് അത്യാവശ്യം, ഇല്ലാത്തതിന് ഒന്നും ഇല്ലാത്ത അവസ്ഥ. പക്ഷെ തണ്ടൊക്കെ കണ്ടാ മതി, വലിയ തണ്ടൊക്കെ കണ്ട ഇഷ്ടം മാതിരി ഉണ്ടെന്ന് തോന്നും കേട്ടോ. പോ പൊന്നു, ഇതെടുത്ത് വെക്കരുത്, പാത്രം എടുത്തോണ്ടേ പൊന്നു. അപ്പൊ ഇത് നമുക്ക് ചേമ്പ് പുഴുങ്ങിയതും കാന്താരി. അപ്പോൾ ഇതേ ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്നത് ചേമ്പ് കണങ്ങെല്ലാം എന്തേ പൊന്നു ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുക കേട്ടോ. ചിലതിനൊക്കെ ഇതേ ഇങ്ങനത്തെ വലിയ കിഴങ്ങൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചേമ്പ് കറി വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ ഇടണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായേ. നമ്മുടെ പൊന്നു, ഞാൻ 2 ചേമ്പലെ പൊതിഞ്ഞുകൊണ്ട് അടുത്ത ചേമ്പലിലുള്ള ചേമ്പ് മൊത്തം എന്ത് ചെയ്ത് പൊന്നു എന്നോട് ചോദിക്കും കേട്ടോ, അത് ആരെടുത്തോണ്ട് പോയെന്ന്. അവളുടെ മുഖം സങ്കടപ്പെട്ടിരിക്കണുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 2 ഇലയും കൂടെ ഞാൻ കൂട്ടി പിടിച്ച് കൊണ്ടുവന്നാ പൊന്നു എന്ന്. അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.